ശ്രീ മോഹൻ വർഗീസ്, കൊല്ലം CPM സമ്മേളനത്തെ ചരിത്രം എങ്ങനെ അടയാളപ്പെടുത്തും? 30 കൊല്ലം മുമ്പ് കൊല്ലത്തൊരു സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അത് CPM-ലെ തീവ്ര വിഭാഗീയതയുടെ വഴിത്തിരിവായിരുന്നുവെങ്കിൽ ഈ 30 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ കൊല്ലത്ത് ചെങ്കൊടി താഴുമ്പോൾ CPM-ന്റെ പോളിസി ഷിഫ്റ്റിന്റെ സുപ്രധാന നയം മാറ്റത്തിന്റെ വഴിത്തിരിവായി അത് അടയാളപ്പെടുത്തപ്പെടുമോ? തീർച്ചയായും അഭിലാഷ്, ഇവിടെ നയം മാറ്റം വ്യക്തമായി മുൻപൊക്കെ വ്യംഗ്യമായ രീതിയിലാണ് നയംമാറ്റ സൂചനകൾ നൽകുന്നതെങ്കിൽ ഇപ്രാവശ്യം 30 വർഷത്തിന് ശേഷം ഇപ്പോൾ കൊല്ലത്ത് വീണ്ടും സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ യാതൊരു മറയുമില്ലാതെ തന്നെ നയം മാറ്റത്തെക്കുറിച്ചുള്ള സൂചന നൽകുകയാണ്. അതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുകയാണ്, പുതുപന്ഥാവുകൾ, പുതിയ വഴികൾ തേടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, പുതിയ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പുതിയ വഴികൾ എന്ന് പറയുമ്പോൾ സ്വകാര്യ മൂലധനത്തെ, അത് വൈദേശികമാകട്ടെ സ്വദേശമാകട്ടെ, സ്വകാര്യ മൂലധനത്തെ പരമാവധി കേരളത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താനുള്ള ഒരു തീരുമാനം, അത് എത്രത്തോളം സൈദ്ധാന്തികമായി കമ്മ്യൂണിസ്റ്റ് രീതികൾക്ക് യോജിക്കേണ്ടതാണ് എന്നത് മറ്റൊരു കാര്യം. കാരണം മാർക്സിയൻ ഒരു കാഴ്ചപ്പാടിൽ സ്വകാര്യ മൂലധനം ഒന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു ഭരണകൂട വ്യവസ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൽ CPM-ന്റെ ഒരു വിശദീകരണം ഡോക്ടർ മോഹൻ വർഗീസ്, ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ഞാൻ CPM സംസ്ഥാന സെക്രട്ടറിയോട് അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ നയങ്ങളെ അതേപടി നടപ്പാക്കാൻ പറ്റുന്ന സർക്കാരാണെന്ന തെറ്റിദ്ധാരണയും വേണ്ട. ഭരണത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു പരിമിതി ഉണ്ട് എന്ന് ഞങ്ങൾ EMS-ന്റെ കാലത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിസം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നടപ്പാക്കുന്നത് കമ്മ്യൂണിസമാണെന്ന കാഴ്ചപ്പാട് 1957-ലും ഇല്ല, ഇന്നുമില്ല. തീർച്ചയായും ശ്രീ എം വി ഗോവിന്ദൻ തങ്ങളുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തമായി അത് സൂചിപ്പിക്കുന്നതുമുണ്ട്. ആ ലൈൻ തന്നെയാണ് അദ്ദേഹം കുറെ കാലമായിട്ട് എടുക്കുന്നത്. പാർട്ടിയും സർക്കാരും ഒന്നാണ് എന്ന ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. സർക്കാരിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള വഴികൾ തേടാൻ സാധിക്കും. പക്ഷേ പാർട്ടിയുടെ നയങ്ങൾ പാർട്ടി സമ്മേളനത്തിൽ തീർച്ചയായും പറയും. പാർട്ടിയുടെ നയങ്ങൾ ഉൾപ്പെടെ സർക്കാർ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ രീതിയിലേക്ക് പാർട്ടിയുടെ നയങ്ങൾ കൂടി മാറുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. ഇവിടെ നയരേഖ മുഖ്യമന്ത്രി കൊണ്ടുവന്ന നവകേരള പുതിയ പന്ഥാവ് എന്ന നയരേഖയും പാർട്ടി സെക്രട്ടറി തന്നെ കൊണ്ടുവന്ന പ്രവർത്തന റിപ്പോർട്ടിലും എല്ലാം മുടച്ചു നിൽക്കുന്നത് സ്വകാര്യ മൂലധനം എന്നൊരു കാര്യമാണ്. സ്വയം വിമർശനത്തിനുള്ള അവസരം ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രതിനിധികളുടെ വിമർശനം ആ രീതിയിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെയൊക്കെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ട ഒരു പാർട്ടി ആഭ്യന്തരമായ വിമർശനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സൈദ്ധാന്തിക വിമർശനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. നേതാക്കളുടെ ജീവിത രീതിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ ഉണ്ടായി, അത് ശരിയാണ്. പക്ഷേ ഈ കാതലായ വിഷയത്തിൽ കാര്യമായ വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കുകയും രാഷ്ട്രീയ നേതൃത്വത്തെ പൂർണ്ണമായി, അതായത് ഭരണ നേതൃത്വത്തെ പാർട്ടി നേതൃത്വമായി കണ്ടുകൊണ്ടുള്ള ഒരു നയമാണ് കാണുന്നത്. ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രഭാവം ഏറ്റവും ഒളിമങ്ങിയ രീതിയിലും മുഖ്യമന്ത്രിയുടെ പ്രഭാവം ഒരു നേതാവെന്ന നിലയിൽ, മുഖ്യമന്ത്രി ക്യാപ്റ്റൻ എന്ന രീതിയിൽ പ്രഭാവം ഏറ്റവും ഉന്നത സ്ഥായിലും നിൽക്കുകയാണ്. ശരി, അതാണ് കാണുന്നത്.